ഹലോ. അപ്പോ നമുക്കിന്നൊരു പുതിയ അടിപൊളി കഥ കേട്ടാലോ? കേക്കല്ലേ? ഹായ് ഗായ്സ്, ഞാൻ അനൂപ്. വയസ്സ് 19. ഇപ്പോ ഡിഗ്രി 1ാം വർഷം. വീട്ടിൽ ഞാനും അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. രണ്ടുപേരും അധ്യാപകരാണ്. അച്ഛൻ രാജീവ്, അമ്മ ശ്രീകല. അച്ഛൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ്. വയസ്സ് 45ആണെങ്കിലും ബോഡി ഇപ്പോഴും ഫിറ്റാണ്. അമ്മ അത്യാവശ്യം തടിച്ചിട്ടാണ്. കഴിഞ്ഞ വർഷമാണ് ശരിക്കും കഥ ആരംഭിക്കുന്നത് കേട്ടോ. എനിക്കപ്പോ 18 വയസ്സാണ്. ഞാൻ അവരുടെ അതേ കോളേജിൽ തന്നെയാണ് പഠിച്ചത്. അമ്മ കെമിസ്ട്രി ആയിരുന്നു. ഞാൻ കോമേഴ്സ് ആയതിനാൽ അമ്മയുടെ ക്ലാസ്സിൽ ഇരിക്കേണ്ടി വന്നില്ല. ഞങ്ങളുടെ കമ്പ്യൂട്ടർ സയൻസ് ടീച്ചറാണ് കഥയിലെ നായിക. പേര് ലീന. വയസ്സ് 39. ഭർത്താവ് ഡോക്ടറാണ്. ഒരു കുട്ടിയുണ്ട്, 3 വയസ്സ്. അമ്മയുടെ അടുത്ത കൂട്ടാണ്. എൻ്റെ പഠനത്തിനെക്കുറിച്ച് കറക്റ്റ് അമ്മയെ അറിയിച്ചു കൊടുക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ ഉഴപ്പൊക്കെ കുറച്ചിരുന്നു ഞാൻ. അച്ഛൻ എൻ്റെ പഠനകാര്യത്തിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പുള്ളി കൂടുതലും സ്പോർട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞു തരാറുള്ളത്. അച്ഛനും ലീന ടീച്ചറും തമ്മിൽ വഴിവിട്ട ബന്ധങ്ങളുള്ളതായി എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ഞാൻ അവരെ ശ്രദ്ധിക്കാത്തതാവാം പ്രധാന കാരണം. പോരാത്തതിന് അച്ഛനും അമ്മയും സ്ഥിരമായി ബന്ധപ്പെടാറുണ്ട്. അവരുടെ മുറിയിൽ നിന്ന് രാത്രി ഞരക്കങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അവരുടെ കളി കഴിഞ്ഞ് ഒഴിഞ്ഞു നോക്കാൻ തോന്നിയിട്ടില്ല. അച്ഛനും അമ്മയും ഒരുമിച്ചാണ് രാവിലെ വീട്ടിൽ നിന്നും പോവുക. വീട്ടിലെ ഒരു പോളോ കാറിൽ. എനിക്ക് ട്യൂഷൻ ഉള്ളതിനാൽ ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങും. ഒരു ദിവസം ഞാൻ പോകാൻ ഇറങ്ങുമ്പോൾ അച്ഛൻ ഇന്ന് ലീവാണ്, അമ്മയോട് ഓട്ടോ പിടിച്ചു പോവേണ്ടി വരുമെന്ന് പറയുന്നത് കേട്ടു. ആദ്യത്തെ പീരീഡ് ലീനയുടേതായിരുന്നു. പക്ഷേ വന്നത് അക്കൗണ്ടൻസി സാറായിരുന്നു. ടീച്ചർ ലീവാണ്, പകരം അയാൾ ബാക്കിയുള്ള പോർഷൻസ് തീർക്കാമെന്ന് പറഞ്ഞു. ഞാൻ ശല്യം, 2 മണിക്കൂർ ഇനി ഇയാളെ സഹിക്കണം. ലീന ആയിരുന്നേൽ ആ വെളുത്ത വടയുരുണ്ട ഇതൊക്കെ കണ്ട് നോക്കി സമയം കളയായിരുന്നു. ചങ്കു പറഞ്ഞു, എടാ, ഞാൻ വരുന്ന വഴിക്ക് ടീച്ചറെ കണ്ടായിരുന്നു. സ്റ്റാൻഡിൽ വെച്ചൊരു ചുവന്ന പോളോയിൽ കയറുന്നത്. ഞാൻ വിചാരിച്ചത് നിന്റെ അച്ഛൻ്റെ ആയിരിക്കുമെന്ന്. ടീച്ചർ നിന്റെ തന്തയുടെ കൂടെ വരുന്നതായിരിക്കുമെന്ന്. ഞാൻ പുള്ളിക്ക് എന്തോ പരിപാടിയുണ്ട്, ലീവാ. ഓ. ചങ്കു പറഞ്ഞു, എന്നാ രണ്ടാളും ഒരുമിച്ചായിരിക്കും കറക്കം. നിന്റെ അച്ഛനെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലൊരു ചരക്കിനെ കണ്ട ആരായാലും വീണു പോവും. ഞാൻ, ഒന്ന് പോടാ, അനാവശ്യം പറയാതെ. അത് വേറെ വണ്ടിയായിരിക്കും. അച്ഛൻ വേറെ ഏതോ കാര്യത്തിന് പോയതാ. ചുമ്മാ ഓരോന്ന് പറഞ്ഞ് പരത്തിയാ കൊല്ലും എന്ന് പറഞ്ഞു ചീത്ത പറഞ്ഞു. ചങ്ക്, എടാ, ഞാൻ പറഞ്ഞതൊന്നുമല്ല. സ്റ്റാഫ് റൂമിൽ അങ്ങനെ ഒരു സംസാരമുണ്ട്. നിന്റെ അച്ഛൻ ടീച്ചറുമായി സംസാരം കൂടുതലാണെന്നൊക്കെ. ഞാൻ, എടാ, ടീച്ചർ ഞങ്ങളെ ഫാമിലിയുമായി നല്ല ബന്ധത്തിലാ പോകുന്നേ. നീ ഇത് വെറുതെ ഫ്ലാഷ് ആക്കണ്ടട്ടോ. ചങ്ക്, ഇല്ല ലിയ, ഞാൻ ചുമ്മാ നിന്നോട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാനത് വിട്ടു. അവനോട് അങ്ങനെ പറഞ്ഞെങ്കിലും എൻ്റെ മനസ്സിലെ ചെറിയ സംശയമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോൾ അച്ഛൻ എത്തിയിട്ടുമില്ല. അമ്മയോട് ചോദിച്ചപ്പോൾ സുഹൃത്തിനെ കൂട്ടാൻ എയർപോർട്ടിൽ പോയതാണ്, വൈകുമെന്നും പറഞ്ഞു. ഞാൻ ഗ്രൗണ്ടിൽ പോയി നാട്ടിലെ കൂട്ടുകാരൊക്കെ കണ്ട് തിരിച്ചൊരു 8 മണിയൊക്കെ ആയപ്പോൾ വീട്ടിലെത്തി. അച്ഛൻ എത്തിയിട്ടുണ്ടായിരുന്നു. രാത്രി അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ, ചേട്ടനെന്താ ഇത്ര വൈകിയേ? ഫ്ലൈറ്റ് ലേറ്റായോ? അച്ഛൻ, അല്ലടി, അവന് വീട് വരെയൊക്കെ പോയി ഒന്ന് ഇരിക്കേണ്ടൊക്കെ വരാൻ പറ്റുമോ? കുറെ നാൾ കഴിഞ്ഞ് കാണുന്നതല്ലേ. അമ്മ, ലീന ഇന്ന് ലീവായിരുന്നു, പനി കൂടെ തലവേദന. ടീച്ചർ അമ്മയോട് കള്ളം പറഞ്ഞാണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് കൂടുതൽ വിശ്വാസം വന്നു. അച്ഛൻ്റെ മറുപടി പറച്ചിലും ചെറുതായി വിക്കലൊക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ, അതെയോ, എന്നിട്ട് നീ വിളിച്ചില്ലേ? അമ്മ, ഉച്ചയ്ക്ക് വിളിച്ചപ്പോൾ അവൾക്ക് തീരെ വൈകായിരുന്നു. വൈകിട്ട് തിരിച്ചു വിളിച്ചു, കുറവുണ്ട്, തിങ്കളാഴ്ച കാണാമെന്നും പറഞ്ഞു. അച്ഛൻ്റെ ഫോണിൽ ഒരു കോള് വന്നു. അച്ഛൻ അത് ധൃതിയിൽ കട്ടാക്കി. ആരാന്ന് ചോദിച്ചപ്പോൾ കൂട്ടുകാരനാ, രാത്രി പാർട്ടിക്ക് വിളിക്കുന്നതാണെന്നും പറഞ്ഞു. അച്ഛന് മദ്യപാനത്തിൽ താല്പര്യമില്ല. ഇപ്പോഴും ബോഡി നല്ല രീതിയിൽ നോക്കുന്നത് കൊണ്ട് വർക്കൗട്ട് ഉണ്ടായിട്ടും കറക്റ്റായിരുന്നു. അമ്മ അന്ന് നല്ല മൂട്ടിലായിരുന്നു. ഇടയ്ക്കിടെ അച്ഛനെ നോക്കി കൊതിപ്പിക്കുന്ന പോലെ തോന്നി. അപ്പോൾ ഇന്നെന്തായാലും ഒന്ന് പ്രതീക്ഷിക്കാം. ഇതുവരെ ഇല്ലെങ്കിലും അന്ന്
അന്ന് കാണണം എന്നെനിക്ക് തോന്നി. ഒരു ജനൽ ഞാൻ മനഃപൂർവ്വം തുറന്നു വെച്ചു. എൻ്റെ മുറി മുകളിലാണ്. ഒരു 12 മണിയായപ്പോൾ ഞാൻ മെല്ലെ പുറത്തെ ഏണി വഴി താഴേക്കിറങ്ങി. അയൽക്കാർ കുറവായിരുന്നു. മെല്ലെ അവരുടെ മുറിയുടെ അടുത്തേക്ക് നീങ്ങി. ജനൽ പതുക്കെ തുറന്നു നോക്കി. അവിടെ അത് തുടങ്ങിയിരുന്നു. ചെറിയ വെളിച്ചം മാത്രമേ ഉള്ളൂ. ശരിക്കും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അമ്മ അച്ഛൻ്റെ മേലെ കയറി പൊതിക്കുന്നു. അമ്മ നന്നായി ശബ്ദമുണ്ടാക്കുന്നുണ്ട്. രണ്ടുപേരും പൂർണ്ണ. അച്ഛൻ വലിയ താല്പര്യമില്ലാത്ത പോലെ തോന്നി. ചുമ്മാ കിടന്നു കൊടുക്കുന്നേ ഉള്ളൂ. അതിങ്ങനെ ചാടിക്കളിക്കുന്നൊക്കെ ഉണ്ട്. അമ്മ ശരിക്കും ആസ്വദിച്ചുകൊണ്ടായിരുന്നു. അമ്മയ്ക്ക് പോയി. പക്ഷേ അവ മെല്ലെ അച്ഛൻ്റെ അവിടെ നിന്ന് വിട്ടുമാറി. അമ്മ, രാജീവേട്ടാ, ഇന്നെന്തു പറ്റിയൊരു താല്പര്യക്കുറവ്? അച്ഛൻ, ഒന്നുമില്ലടി, ഒരു ലോങ് ട്രക്ക് ഒക്കെ ചെയ്തതല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം. നിനക്ക് ഓക്കെ ആയില്ലേ? എന്തായാലും കിടക്കാം. അമ്മ, ഓ, സാധാരണ എത്ര ക്ഷീണിച്ച് വന്നാലും കൊല്ലാക്കൊല്ല ചെയ്യുന്ന ആളാണല്ലോ. അമ്മ മെല്ലെ അച്ഛൻ്റെ അതെടുത്ത് തൊലിക്കാൻ തുടങ്ങി. അച്ഛൻ തടഞ്ഞു. അച്ഛൻ പറഞ്ഞു, വേണ്ടടി, ഇന്നെന്തൊരു മൂടില്ല. നാളെ ഇതിൻ്റെ പലിശയും ചേർത്ത് ഞാൻ നിനക്ക് തന്നേക്കാം. അച്ഛൻ തിരിഞ്ഞു കിടന്നു. അമ്മ ക്ഷീണം കാരണം ഉറങ്ങി. അച്ഛൻ മെല്ലെ ഫോണെടുത്ത് ആരോടോ ചാറ്റ് ചെയ്ത് തുടങ്ങി. ഇടയ്ക്ക് അമ്മയെ ശ്രദ്ധിക്കുന്നുണ്ട്. ലീന ടീച്ചറാണ് അപ്പുറത്തുനിന്ന് എനിക്ക് നല്ലോണം മനസ്സിലായി. അച്ഛൻ പയ്യെ അത് കൈ പിടിക്കാൻ തുടങ്ങി. അവർ പരസ്പരം ആ രീതിക്കുള്ള ചാറ്റൊക്കെ ആയിരിക്കാം അല്ലേ? അച്ഛൻ മെല്ലെ ഫോണെടുത്ത് ബാത്റൂമിലേക്ക് നടന്നു. ഞാൻ മുകളിലേക്കും. പിറ്റേന്ന് അവധിയായിരുന്നു. രാവിലെ അമ്മ അടുക്കളയിലുണ്ടായിരുന്നു. അച്ഛൻ എണീറ്റിട്ടുമില്ല. ഞാൻ മെല്ലെ പോയി അച്ഛൻ്റെ ഫോണെടുത്ത് അവരുടെ തലേ ദിവസത്തെ ചാറ്റ് വായിച്ചു. നോക്കാൻ നിൽക്കാതെ എൻ്റെ ഫോണിൽ തന്നെ ഉടനെ പകർത്തി. ചായ കുടിച്ചതിന് ശേഷം റൂമിൽ പോയി അത് പരിശോധിക്കാൻ തുടങ്ങി. ലീന ടീച്ചർ എന്ന് തന്നെയാണ് സേവ് ആക്കിയിട്ടുള്ളത്. എന്താ മാഷേ, ഉറങ്ങിയോ എന്ന് ലീന ടീച്ചർ ചോദിച്ചിരിക്കുന്നു. അച്ഛൻ, ഇല്ല, എൻ്റെ പെണ്ണിൻ്റെ മെസ്സേജിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ശ്രീയെ ഇപ്പോൾ ഉറക്കിയതേ ഉള്ളൂ. ലീന, അങ്ങനെ വെറുതെ ഉറക്കാൻ വഴിയില്ല. ടീച്ചറുടെ ഒന്നാക്കി കാണൂല്ലേ, പാവം, എത്ര കാലമായി സഹിക്കുന്നു. അച്ഛൻ, ഇല്ല, ഇന്ന് അവൾക്ക് കുറച്ച് താല്പര്യം കൂടുതലായിരുന്നു. പക്ഷേ ഒറ്റ തവണ കൊണ്ട് നിർത്തി. എന്തോ എനിക്കൊരു മൂഡില്ലായിരുന്നു. ലീന, ക്ഷീണം കാണും. പകൽ എൻ്റെ ഇതിലും 4 തവണയല്ലേ ശീലിച്ചേ. അപ്പോൾ ഉച്ചയ്ക്ക് ശ്രീയോട് സംസാരിക്കുമ്പോൾ പോലും അത് ആയിരുന്നല്ലോ. അപ്പോൾ അച്ഛൻ, അതൊക്കെ അല്ലേ ഒരു രസം. അത് നിന്റെ ഭർത്താവ് നേരത്തെ കയറി വന്നതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ഒന്നുകൂടി നോക്കായിരുന്നു. ലീന, ഓ, അങ്ങേരെ കൊണ്ട് ഉപദ്രവമല്ലാണ്ട് എന്താ, കിടപ്പുണ്ട് കൂർക്കം വലിച്ച്. 2 അടി അടിച്ചു, അത്ര തന്നെ. മാഷിന് ശ്രീയെങ്കിലും ഉണ്ട്. ഇവിടെ എനിക്കാരുള്ള സ്വയം തന്നെ. അച്ഛൻ, എന്നാ ഞാൻ അവിടേക്ക് വരട്ടെ? ചുമ്മാ സ്വന്തമാക്കണ്ടല്ലോ, ഞാനങ്ങ് തന്നേക്കാം. ലീന, എനിക്കും വേണമെന്നൊക്കെ ഉണ്ട്. ബട്ട് റിസ്ക് എടുക്കാൻ വയ്യ. തൽക്കാലം വീഡിയോ കോൾ വിളിച്ചാലോ? ചാറ്റ് വായിച്ചപ്പോൾ എനിക്ക് ശരിക്കുമായി. അമ്മയെ ഓർക്കുമ്പോൾ ചെറിയൊരു കുറ്റബോധം ഉണ്ടെങ്കിലും അച്ഛൻ അമ്മയെയും ഇതാക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവരുടെ ഇത് കാണാൻ എനിക്കൊരു ആഗ്രഹം തോന്നി. ഞാൻ അവരെ കൂടുതൽ നിരീക്ഷിക്കാൻ തീരുമാനിച്ചു. അവർ തമ്മിൽ ഡെയിലി ചാറ്റും വിളിയുണ്ടായിരുന്നു, അല്ലാതെ കളികളൊന്നും നടന്നില്ല. ഇടയ്ക്ക് ടീച്ചർ വീട്ടിൽ വന്നപ്പോൾ അമ്മ ഒന്ന് മാറി നോക്കി അവർ ചുണ്ട് ഇതാക്കുന്നത് ഞാൻ കണ്ടു. അവർ നല്ലൊരു അവസരത്തിനായി കാത്തു നിൽക്കുമായിരുന്നെന്ന് എനിക്ക് നല്ലോണം മനസ്സിലായി. വൈകാതെ ഞങ്ങളുടെ ടൂറ് വന്നു. സ്റ്റാഫായി അമ്മയ്ക്ക് പോകേണ്ടി വന്നു. ഞാൻ ടൂറ് പോയില്ല. അവരെന്തായാലും ഈ അവസരം മുതലെടുക്കും എന്ന് ഉറപ്പുണ്ടായിരുന്നു. നാട്ടിലെ പിള്ളേരുടെ കൂടെ വേറെ ടൂറ് പോകാൻ പ്ലാനുണ്ടെന്ന് പറഞ്ഞ് ഞാൻ പിന്മാറി. ചൊവ്വാഴ്ച രാത്രിയാണ് അവർ പുറപ്പെട്ടത്. പിറ്റേന്ന് ഞാൻ ഉണർന്നപ്പോൾ വളരെ വൈകിയെന്നു. വീട് ശൂന്യമായിരുന്നു. ടൂർ ഞങ്ങളുടെ ബാച്ചിന് മാത്രമായിരുന്നു. അതുകൊണ്ട് ഉച്ചവരെ വേറെ കുട്ടികൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് അച്ഛൻ്റെ കോള് വന്നു. വൈകിട്ട് കുട്ടികൾക്ക് കോച്ചിങ് ഉണ്ടെന്നും ലേറ്റ് ആവും എന്നും പറഞ്ഞു വെച്ചു. കോച്ചിങ് അല്ല, ലീന ടീച്ചറുമായി ഒരു വാശിയേറിയ മത്സരം നടത്താൻ പോവുകയാണെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ചു. ഞാൻ സമയം കളയാതെ ബൈക്കെടുത്ത് ടീച്ചറുടെ വീടിനടുത്തേക്ക് പോയി. അവർ എത്തിയിട്ടില്ല. കുറച്ചു കഴിഞ്ഞ് അച്ഛൻ്റെ ചുവന്ന പോളോ അവരുടെ ഗേറ്റിന് അടുത്ത് വന്ന് നിന്നു.
ലീന ഇറങ്ങി ഗേറ്റ് തുറന്നു കൊടുത്തു. കാർ മെല്ലെ പോയി പാർക്ക് ചെയ്തു. അച്ഛൻ ഇറങ്ങി വന്നു. വേറൊന്നും ആലോചിക്കാതെ അച്ഛൻ ലീനയെ എടുത്തു പോക്കി. പിന്നെ പറയേണ്ടതില്ലല്ലോ, അതൊരു ഒറ്റപ്പെട്ട ഏരിയ ആയതുകൊണ്ട് പുറത്താണെങ്കിലും ആരും കാണാനൊന്നും പോകുന്നില്ലെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. അച്ഛൻ ലീനയെ അതേ രീതിയിൽ പൊക്കിയെടുത്ത് വീട്ടിനുള്ളിലേക്ക് നടന്നു. പിന്നെ ഭാഗ്യം ഡോറ് പൂട്ടിയിരുന്നില്ല. ശബ്ദമുണ്ടാക്കാതെ അകത്ത് കയറണം. അവരുടെ വസ്ത്രങ്ങളൊക്കെ ഉള്ളിൽ ചിതറി കിടക്കുകയായിരുന്നു. ഞാൻ ശബ്ദം കേൾക്കുന്ന മുറിയിലേക്ക് പോയി ഒന്ന് ഒളിഞ്ഞു നോക്കി. അവിടെ അച്ഛൻ ലീനയെ ആ അപ്പോഴാണ് ഞാൻ അച്ഛൻ്റെ അവിടെ ശരിക്കും കാണുന്നത്. ലീനയുടേതും ശരിക്കും കണ്ടു. എന്താ പറയാ, കണ്ടപ്പോൾ ഞാൻ കൂടുതലും ആവായിരുന്നു. അതൊക്കെ എടുത്ത് അത് എന്താ പറയാ, അത് വല്ലാതെ ആകർഷണീയമായിരുന്നു. പിന്നെ അച്ഛൻ മെല്ലെ തന്നെ അതൊക്കെ എടുത്ത് ആ മാളത്തിലേക്കൊക്കെ ഒന്ന് കടത്തി വിടുകയാണ്. പിന്നെ ഞാനുള്ളത് പറയേണ്ടതില്ലല്ലോ. അവിടെ കിടന്ന് തുളുമ്പുന്നത് ഞാൻ ശരിക്കും കണ്ടു. ഞാൻ എൻ്റെതും എടുത്ത് തുടങ്ങിയിരുന്നു. ഏകദേശം ഒരു 45 മിനിറ്റ് അതിങ്ങനെ നീണ്ടു പോവുമായിരുന്നു. ലീന, എൻ്റെ മാഷെ എന്തിനത്ര ആക്രാന്തം? എന്നെ ആദ്യമായിട്ട് കാണുന്ന പോലെ. 4 കൊല്ലമായില്ലേ നമ്മുടെ ഈ കലാപരിപാടികൾ തുടങ്ങിയിട്ട്. ഞാൻ ജോയിൻ ചെയ്തിട്ട് 1 മാസം ആവുന്നതിന് മുന്നേ മാഷിൻ്റെ അത് പൊളിച്ചിരുന്നല്ലോ. അച്ഛൻ, നിന്നെ എത്ര ഇതാക്കിയാലും മതിയാവില്ല എൻ്റെ പൊന്നെ. ഇപ്പോൾ ശ്രീയെ ഇതാക്കുമ്പോൾ പോലും നിന്റെ അതാ മനസ്സിൽ വരണേ. ഭാഗ്യത്തിന് നിന്റെ പേര് വിളിച്ചു കൂവിയില്ല. ലീന, വെറുതെ ടീച്ചറുടെ കൈക്ക് പണിയാക്കേണ്ട. സ്വന്തം ഭർത്താവും കൂട്ടുകാരും തമ്മിൽ ഇങ്ങനൊരു ബന്ധം ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ജീവിച്ചിരിക്കില്ല പാവം. ഇപ്പൊ തന്നെ സ്റ്റാഫ് റൂമിൽ നമ്മൾ അടുത്തിരുന്ന് പഴകുന്നതൊക്കെ ഒരു സംസാര വിഷയമായിട്ടുണ്ട്. നമ്മൾ ശരിക്കും കുറച്ച് ശ്രദ്ധിക്കാനുണ്ട് അച്ഛൻ. ഞാനും കേട്ടിരുന്നു. അതാ ആ പ്രേമചന്ദ്രൻ ആ കണക്ക് മാഷി പറഞ്ഞു പരത്തുന്നതാ. കഴിഞ്ഞ വർഷം ശ്രീയോട് എന്തോ അർത്ഥം വെച്ച് സംസാരിച്ചിന് ഞാൻ പിടിച്ചൊന്ന് വിരട്ടിയതായിരുന്നു. അതിന്റെ ചുരുക്കം എന്നോട്. അവനോടൊക്കെ പോവാൻ പറ. ലീന, ആരെങ്കിലും എന്തെങ്കിലും കണ്ടാൽ പിന്നെ എല്ലാം തീരും. അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ അച്ഛൻ. അതിന് നമ്മൾ കയറി ഏതെങ്കിലും ക്ലാസ് മുറിയോ ഉണ്ടോ ഇതാക്കാത്തെ? ഓരോ മുക്കിലും മൂലയും വെച്ച് നമ്മൾ ആഘോഷിക്കഴിഞ്ഞില്ലേ. ലീന, അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു ത്രില്ല് തന്നെയാ. കഴിഞ്ഞ ടൂറിന് പോയപ്പോഴുള്ള അതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോഴും ശരിക്കും ഗോവയിലെ ബീച്ചിൽ വെച്ചുള്ളതാണെങ്കിലും അന്ന് എൻ്റെ ഇത് ശരിക്കും ചോര വന്നില്ലേ അച്ഛൻ. അതൊക്കെ നമുക്ക് ഇനിയും നടത്താൻ വേണ്ടി മോളെ. ആരും ഒന്നും അറിയില്ല. പിന്നെ എൻ്റെ മോളെവിടെ? ലീന, അവളെ പ്രദീപ് ഹോസ്പിറ്റലിലേക്ക് കൂട്ടും. മോളെ കാര്യത്തിൽ എന്നേക്കാൾ ശ്രദ്ധ അവനാ. അതറിയുന്നില്ലല്ലോ കൊച്ചിന്റെ യഥാർത്ഥ അച്ഛൻ ഈ സമയം ആരുടെ പൊളിക്കുകയാണെന്ന്. അച്ഛൻ, പണ്ട് ഇതേപോലെ ശ്രീ ടൂറ് പോയ ടൈമിലല്ലേ ഞാൻ എന്നെ ഇതാക്കി വയറ് നിറയ്ക്കുന്നേ. ലീന, അന്ന് ഞാനും ഒരു കുട്ടിയെ ആഗ്രഹിച്ചിരുന്നു. അതാ അബോർഷൻ ചെയ്യാന്ന് പറഞ്ഞിട്ടും അവളെ പ്രസവിച്ചത്. മാഷി, ഞാൻ ഗർഭിണി ആയിരിക്കുമ്പോൾ പോലും എന്നെ വെറുതെ വിട്ടില്ലല്ലോ. കുഞ്ഞ് ജനിച്ച് 2 മാസം കഴിഞ്ഞ് കാണാൻ വന്നത് ഓർക്കുന്നുണ്ടോ? അത് ഞാൻ അമ്മയും ടീച്ചറും കുട്ടിയെ അളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ മുകളിലത്തെ നിലയിൽ എൻ്റെത് പൊളിക്കായിരുന്നു. അതിനുശേഷം 2 തവണ എന്നെ കൊണ്ട് അബോർഷൻ ചെയ്യിപ്പിച്ചത് അച്ഛൻ. എന്നാ നമുക്കത് 3 ആക്കിയാലോ? ടീച്ചർ അച്ഛനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് ചെറുതായി അച്ഛൻ്റെ മുഖത്തൊന്ന് ചവിട്ടി. അച്ഛൻ അവ പിടിച്ച് മെല്ലെ അവളെ തിരച്ചു കിടത്തി. പിന്നെ പറയേണ്ടതില്ലല്ലോ, അടിക്കടി തന്നെ. അവർ ഒരുപാട് സമയമാക്കി. ഞാനിതിനകം 2 തവണ ആക്കി കളഞ്ഞിരുന്നു. മെല്ലെ അവരുടെ മുറികളിലേക്ക് കടന്നു. അത് കണ്ട് ശരിക്കും എന്താ പറയാ, ഓണായി തന്നെ, അതല്ലാണ്ടെന്താ. പിന്നെ സ്ഥലകാല ബോധം വന്ന് ഞാൻ പെട്ടെന്ന് അവിടെ വിട്ട് വീട്ടിലേക്ക് വന്നു. അച്ഛൻ വൈകിയാണ് വീട്ടിലെത്തിയത്. അവർ വീണ്ടും കളിച്ചു കാണൂല്ലേ. അച്ഛനോട് എനിക്ക് ശരിക്കും വെറുപ്പ് തോന്നി. അമ്മ അറിയാതെ കൂട്ടുകാരി കളിച്ചൊരു കൊച്ചിനെ ഉണ്ടാക്കി കൊടുത്തു. ആ ബന്ധം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഭർത്താവിനെയും കൂട്ടുകാരിയെയും ഒരുപോലെ വഞ്ചിക്കുന്ന ലീനയാണ് കൂടുതൽ ക്രൂരയായി എനിക്ക് തോന്നിയത്. പിന്നീടുള്ള 2 ദിവസങ്ങളിലും ഉച്ചയ്ക്ക് ശേഷം അവർ ലീനയുടെ വീട്ടിൽ അത് നടത്തി. എനിക്ക് കാണാൻ പറ്റിയില്ല. നാട്ടിലൊരു കൂട്ടുകാരൻ വിദേശത്ത് പോകുന്നതിന്റെ തിരക്കിലായിരുന്നു ഞാൻ. അവനൊരു സഹായത്തിന് ഞാനും അവന്റെ കൂടെ ഉണ്ടായിരുന്നു.
അടുത്ത ദിവസം ശനിയാഴ്ച ഞാൻ അവരെ എയർപോർട്ടിൽ കൊണ്ടാക്കാനെന്ന് പറഞ്ഞ് രാവിലെ വീട്ടിൽ നിന്നിറങ്ങി. കുറച്ചു നേരം വീടിനടുത്തുള്ള ജംഗ്ഷനിൽ പോയി നിന്നു. അച്ഛൻ്റെ കാറ് ഫോളോ ചെയ്യാനായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ലീന ടീച്ചറുടെ കാർ എൻ്റെ വീട്ടിലേക്കുള്ള വളവ് തിരിഞ്ഞ് പോകുന്നത് ഞാൻ കണ്ടു. ഇന്ന് അവരുടെ ഇത് എൻ്റെ വീട്ടിൽ വെച്ചായിരിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. ടീച്ചർ പോയി കഴിഞ്ഞൊരു 30 മിനിറ്റൊക്കെ കഴിഞ്ഞ് ഞാൻ മെല്ലെ വീട്ടിലേക്ക് ഇറങ്ങി. അവിടെ കാറ് കാണാം. ബൈക്ക് വെളിയിൽ പാർക്ക് ചെയ്തു. മെയിൻ ഡോറ് ലോക്കായിരുന്നു. ഞാൻ മെല്ലെ ഏണി വഴി മുകളിലെത്തി. ടെറസിലെ ഡോറ് വഴി അകത്ത് കിടന്നു. താഴത്തെ റൂമിലേക്ക് പോയി ഒളിഞ്ഞു നോക്കി. അവിടെ പരിപാടി തുടങ്ങിയിരുന്നു. കണ്ടപ്പോ പിന്നെ പറയേണ്ടതില്ലല്ലോ. എന്നിട്ട് എണ്ണയൊക്കെ എടുത്തിട്ട് നല്ലതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ ഹാളിൽ, സോഫയിൽ, കിച്ചണിൽ, അങ്ങനെ പിന്നെ പറയേണ്ടതില്ല. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ടീച്ചർ സോഫയിൽ തന്നെ അല്പനേരം തളർന്നു കിടന്നു. അച്ഛൻ പോയി കുളിച്ചു വന്നു. തുണിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അച്ഛൻ, ലീന പോയി കുളിച്ചു വാ, നമുക്ക് പുറത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം. ലീന, എന്നിട്ട് വേണം ആരെങ്കിലും കാണാൻ, നമുക്കിവിടെ കിടന്ന് ഇതാക്കിയ പോരെ. അച്ഛൻ, എടീ നിന്റെ എല്ലാം ഇത് ഇതാക്കിയിട്ടല്ലേ വിടൂ, സമയമുണ്ടല്ലോ, പുറത്തൊക്കെ പോയിട്ട് കുറച്ചായാലേ ഇപ്പോൾ റെഡിയാവും. ടീച്ചർ മെല്ലെ എണ്ണീറ്റ് നടന്നു. അച്ഛൻ അവിടെ തന്നെ നോക്കി ഒരൊറ്റടി കൊടുത്തു. ലീന തിരിച്ചു തല്ലാൻ കൈയോങ്ങി. അച്ഛൻ തടഞ്ഞുകൊണ്ട് ചുമന്നു ഇതാക്കിയിട്ട് പിന്നെ ബാപ്പാ. രണ്ടാളും റെഡിയായി. ടീച്ചറുടെ കാറിൽ ടൗണിലേക്ക് വിട്ടു. അവർ നേരെ പോയി ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിച്ചു. തുടർന്ന് അവരുടെ കാറ് പോയതൊരു തിയേറ്ററിലേക്കാണ്. ടൗണിൽ നിന്നും ഒരല്പം മാറിയുള്ളൊരു ലോക്കൽ തിയേറ്റർ. പടമാണെങ്കിൽ പക്കാ പോറും. അവരുടെ ഉദ്ദേശം പടം കാണില്ലല്ലോ എന്ന് എനിക്ക് നല്ലോണം അറിയാലോ. ആകെ 10-15 പേരേ ഉള്ളൂ പടത്തിന്. അതിൽ കൂടുതലും കപ്പിൾസ്. ഞാൻ പടം തുടങ്ങിക്കഴിഞ്ഞ് അവർ കാണാതെ അവരുടെ സീറ്റിൻ്റെ പിന്നിൽ പോയിരുന്നു. പടം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവർ പരസ്പരം തുടങ്ങി. ഞാൻ ഇട്ട് നോക്കിയപ്പോൾ പിന്നെ പറയേണ്ടതില്ലല്ലോ. ഇന്റർവെല്ലിന് മുന്നേ അവർ രണ്ടാളും ഓരോ തവണ വെള്ളം കളഞ്ഞു കൊടുത്തു. ഇന്റർവെല്ലായപ്പോൾ അവർ ഡ്രസ്സൊക്കെ ഒന്ന് ശരിയാക്കിയിരുന്നു. സെക്കൻഡ് ഹാഫ് തുടങ്ങി 10 മിനിറ്റ് കഴിഞ്ഞതും അച്ഛൻ ലീനയെ വിളിച്ച് പുറത്തേക്ക് പോയി. ഞാൻ പുറത്തിറങ്ങി നോക്കുമ്പോൾ അവർ മെല്ലെ ലേഡീസ് ടോയ്ലറ്റിൽ കയറി പോകുന്നത് ഞാൻ കണ്ടു. രണ്ടുപേരും പബ്ലിക് ഇത് നല്ലതുപോലെ ആസ്വദിക്കുന്നവരാണെന്ന് എനിക്ക് നല്ലതുപോലെ മനസ്സിലായി. ഞാൻ മെല്ലെ കയറി നോക്കിയപ്പോൾ അവരുടെ ഞരക്കവും മുകളിലൊക്കെ കേൾക്കാം. അവർ കയറിയ ബാത്റൂമിന്റെ അടിവശത്ത് കൂടെ നോക്കിയപ്പോൾ ലീനയുടെ സ്വർണ്ണ കൊലുസണിഞ്ഞ കാലുകൾ കാണാം. രണ്ടുപേർക്കും ഒരേ സമയത്ത് തന്നെ അതെന്തായെന്ന് ആ ശബ്ദ ഞെരുക്കലുകളിലൂടെ എനിക്ക് മനസ്സിലായിരുന്നു. തുടർന്ന് അവർ വീടിന്റെ കറക്കത്തിനൊന്നും പോയില്ല. നേരെ വീട്ടിലേക്ക് തിരിച്ചു വിട്ടു. വീട്ടിലെത്തുമ്പോൾ 5 മണി കഴിഞ്ഞിരുന്നു. അച്ഛൻ എന്നെ വിളിച്ച് എവിടെയാണെന്ന് അന്വേഷിച്ചു. ഞാൻ 6 മണിക്ക് എത്തുമെന്നും പറഞ്ഞു. അവർ എൻ്റെ റൂമിൽ കിടന്ന് ഒന്നുകൂടി ഇതാക്കി. ടീച്ചർ ശരിക്കും അതെല്ലാം കഴിഞ്ഞ് തിരിച്ചുപോയി. പിറ്റേന്ന് ഞായറാഴ്ച. ഒന്നും നടന്നില്ല. ലീനയുടെ ഭർത്താവ് ലീനവായിരുന്നല്ലോ. പിന്നെ പിറ്റേന്ന് രാവിലെ അമ്മ തിരിച്ചും വന്നു. ഞാൻ പോയി അമ്മയെ കെട്ടിപ്പിടിച്ചു. അമ്മ തിരിച്ചു. ആദ്യമായി അമ്മയുടെ അത് എൻ്റെ നെഞ്ചിൽ അമരുന്നതും അതിൻ്റെ മൃദുത്വവും ഞാൻ അറിഞ്ഞു. അവരുടെ കളികൾ എൻ്റെ ഉള്ളിൽ നിശിത്വത്തിൻ്റെയും അവിഹിതത്തിൻ്റെയും വിത്തുകൾ പാളിക്കഴിഞ്ഞിരുന്നു. അന്ന് ആദ്യമായി ഞാൻ അമ്മയെ ഓർത്തുന്നതാക്കി. എന്തല്ലേ, അപ്പോ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. തുടർക്കഥയായിട്ട് വേഗം തന്നെ കാണാം. കഥ ഇഷ്ടമായിച്ചാൽ പറയണേ. ഓക്കെ, ബൈ.